കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ വേണ്ട എന്ന് പറയുന്നതിനോട് യോജിക്കാം. അത് തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? അത് തീരുമാനിച്ചിട്ടില്ല. അത് ഞാൻ വക്കീലിനോട് പറഞ്ഞു. തീരുമാനിക്കണമെങ്കിൽ എവിടെ പോകണം? കൗൺസിലിൽ തീരുമാനിക്കണം. കൗൺസിൽ തീരുമാനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏത് പ്രശ്നം വരും? എവിടെ? ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ എവിടെ എന്ന് നമ്മൾ പറയണം. ഇങ്ങനെ ഇരുന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് അത് പരിഹാരമാവില്ലല്ലോ. ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താൻ നിങ്ങളൊരു ടീമിനെ ചെറിയ നമ്പർ തന്നോട് നമുക്ക് ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യാം? ഏത് ഏരിയ വേണം, കുഴപ്പമില്ലാത്ത ഏരിയ വേണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തീരുമാനിക്കാം. ഞങ്ങൾക്ക് അതിന് വിരോധമുള്ളൊരു കാര്യമല്ല. ഞങ്ങൾക്ക് ഏത് കാര്യത്തിൽ നിർബന്ധമില്ല. ഇവിടെ തന്നെ ഈ കുരിശ് കൊണ്ടൊന്ന് എന്ത് വയ്ക്കണം, ഈ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. പക്ഷെ ഏതുണ്ട്? NGTയുടെ മുൻപിൽ നമ്മൾ മാസ്റ്റർ പ്ലാൻ കൊടുക്കണം. അത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിലേതൊക്കെ കൊടുത്തിട്ടുണ്ട്? ഈ അഴുക്ക് വെള്ളം പോകുന്നതിനെ സംബന്ധിച്ച്, കക്കൂസ് മാലിന്യം പോകുന്നതിനെ സംബന്ധിച്ച്, പുഴ അഴുക്ക് മാലിന്യമാകുന്നതിനെ ഒക്കെ ഉണ്ട്. അതിൻ്റെ നിയമമുണ്ട്. ആ നിയമവുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകൾക്കറിയാം. ഞങ്ങൾ ഇന്ന ഡേറ്റിനകത്ത് എന്ത് ചെയ്യാം, ഇതൊക്കെ ക്രോസ് തീർക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ ആർക്ക് കൊടുത്തിട്ടുണ്ട്? NGTക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ പരിശോധനയുടെ അകത്തുണ്ട്. ആ പരിശോധനയിൽ ഇതൊരു പ്രധാനപ്പെട്ട പാർട്ടാണ്. സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കുണ്ടാക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇത് മാറ്റാം, നടക്കില്ല. പക്ഷെ എവിടേക്ക് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. എന്നാണ് എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ചുരുക്കി പറയാം. അല്ല, ഞങ്ങൾ ഈ പ്രശ്നത്തിൽ നമ്മൾ തമ്മിലൊന്നൊരു തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കാര്യത്തിലൊക്കെ. പക്ഷേ ജനങ്ങളെ സേവിക്കുന്ന ഒരു സ്ഥാപനമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ എന്നാണ് എൻ്റെ ധാരണ. അവർ നിർവഹിക്കേണ്ട ഭരണപരമായ ചില ചുമതലകളുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊരു 7 പേരുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ തൃശ്ശൂർ നഗരത്തിന്റെ കോർപ്പറേഷന്റെ അതിർത്തിയിൽ മുഴുവൻ പോയിട്ട് ഞങ്ങൾ ഈ സ്ഥലം നോക്കുന്നത് നടക്കാത്ത കാര്യമില്ല. നമ്മൾ എന്തിനാണ്? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താങ്കളോടും നിങ്ങളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരൊറ്റ കാര്യമാണ്, നിയമപരമായും അശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോഴും ഈ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ പറ്റില്ല. ഞങ്ങളത് അതിൻ്റെ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് കോർപ്പറേഷനിൽ പാസ്സാക്കി മേയർ ഇത് ഇവിടെ നിന്ന് ഉപേക്ഷിച്ചു എന്ന് ഞങ്ങളോട് അറിയിക്കലാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഈ കാര്യമാണ്. അല്ല, അത് ഉണ്ട്. അത് പക്ഷെ അതിന് താങ്കൾ മുൻകൈ എടുക്കണമെന്നാണ് അതിന്റെ അകത്ത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അതിൽ പ്രശ്നമൊന്നുമില്ല. അത് പ്രഖ്യാപിക്കുമല്ലോ, മേയർ പ്രഖ്യാപിക്കണല്ലോ. അതിനകത്ത് ഇപ്പോ നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ശരി. ഞാൻ ചോദിക്കണം, നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ വർദ്ധിച്ചേട്ടാ ഈ സംഗതി ജനങ്ങളെ അറിയിക്കേണ്ടത്. നിങ്ങൾ ജനങ്ങളെ അറിയിക്കണ്ടേ? ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വരുന്നുണ്ട്, അതിന് അനുയോജ്യമാണെന്ന് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കാതെ നമുക്കിത് നടത്താൻ പറ്റും? പ്ലാൻ അതിലൊന്നും തർക്കമില്ല. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, നിങ്ങളുടെ ഒരു സഹായം വേണം. സഹായിക്കില്ല എന്ന് പറയുന്ന കാര്യം എന്താ? ഇത് ഈ സഹായത്തിന്റെ കാര്യത്തിൽ ഇതിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മൊത്തം സ്ഥലമാണ് പറയുന്നത്. ഇത് കോട്ടപ്പുറത്തിന്റെ മാത്രം കാര്യമില്ല. കോട്ടപ്പുറത്തിന് മാത്രം ഒരു അല്ലല്ല, കോട്ടപ്പുറത്തെ ഇത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കോട്ടപ്പുറത്തെ മാത്രം ഒരു കമ്മിറ്റി എന്നാണ് കാര്യം. നിങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷന്റെ ഓരോ വാർഡിൽ നിന്നും ഓരോരുത്തർ കണക്ട് ചെയ്യാൻ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അത് നിങ്ങളുടെ കോർപ്പറേഷൻ സഹായിക്കാൻ അത് കോർപ്പറേഷന്റെ ചുമതലയാണ്. അല്ല, ഇനിയിപ്പോ ജനകീയ പങ്കാളിത്തം വേണം. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഓരോരുത്തരെ നിങ്ങൾക്ക് വിളിക്കാൻ പാടുന്നത് എന്താ കുഴപ്പം? അതെ, അത് വാർഡ് കൗൺസിലേഴ്സ് ഇപ്പൊ ഉണ്ട്. പിന്നെന്താ പ്രശ്നം? അല്ലാണ്ട് കോട്ടപ്പുറത്ത് 7 പേര് പോകുന്നതിന് എന്താ അർത്ഥം? വാട്ട് ഇസ് മീനിങ് സാർ? എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ചോദിക്കാം. ഈ കോർപ്പറേഷൻ മൊത്തം ഈ കോർപ്പറേഷന്റെ പരിധിയിൽ 8 പേര് ഈ കോട്ടപ്പുറത്ത് നിന്ന് വന്നിട്ട് എന്താണ് ഒരു കാര്യം? 8 പേരെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങൾ തീരുമാനിച്ച സ്ഥലത്തു നിന്ന് മാറ്റണം. ഒരു ഉദാഹരണത്തിന് ലാലൂർ 75 വർഷക്കാലമായി ലാലൂരിൽ എന്തുണ്ടായിരുന്നു? വേസ്റ്റ് കൊടുന്ന് തട്ടിയിരുന്നു. അറിയാത്തവരാരുണ്ട്? അത് അവിടെ ഇനി വേസ്റ്റ് കൊടുന്ന് തട്ടേണ്ടതില്ല. ഒരു അക്വിഡേഷന്റെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ ഡംപിങ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് സംസ്കരണത്തിൻ്റെതാണ്.
ഇവിടെ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും ദിലീപ് കുമാറും സി മൊയ്തീനും ഞങ്ങളൊക്കെ കൂടി ഉൾപ്പെടെയാണ് ഇപ്പോൾ അവിടെ എന്ത് വരുന്നത് ഇന്റർനാഷണൽ കോംപ്ലക്സിൽ വരുന്നത്. ആ വരുന്നതിനെ എതിർത്തവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഡിസ്കഷൻ ആളുടെ പേര് അദ്ദേഹം ഞങ്ങൾ സംസാരിച്ചു. ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ട് വേണം. എവിടെ ഈ 28 ഏക്കർ ഭൂമിയുണ്ട്. ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരോട് ചോദിച്ചിട്ട് വേണം? ഞങ്ങളും അവരോട് ചോദിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. സുഹൃത്തെ, കൊണ്ടു തട്ടുന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ ചോദിക്കുള്ളൂ. അത് ഇവിടെ വേറെ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ഇപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാവുന്നു നേരത്തെ എന്തായിരുന്നു ഈ ലാലൂരി. ഇപ്പൊ അവിടെ എന്താ? ഇപ്പൊ അവിടെ ഈ പറഞ്ഞ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ചില കൗൺസിലർമാർ നമുക്ക് ലാലൂരിൽ എന്ത് വേണം? ലാലൂരിൽ ഇത് നിലനിർത്തണം. ഏത് നിലനിർത്തണം? ഈ നേരത്തെയുള്ള വേസ്റ്റ് ഭാഗം നിലനിർത്തണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഒരഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല, അഭിപ്രായമുള്ളവർ. അതുപോലെ പലതിലും സംബന്ധിച്ച അഭിപ്രായം. ഇവിടെ ഞാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചത് മറ്റതൊക്കെ കടമയെ കുറിച്ച് അറിയാത്ത പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് നിങ്ങളെ ഇപ്പോൾ കോർപ്പറേഷന്റെ മൊത്തം കൊണ്ടു നടക്കുന്ന കാര്യം നിങ്ങളെ ഏൽപ്പിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നെ കാരണം കൊണ്ട് അവിടെ പറ്റില്ല. ഈ ഭാഗം നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനാണ് ഞാൻ നിങ്ങൾ അത് പറയുമ്പോൾ ഞങ്ങൾക്ക് സഹായരാകൂല. ഒരു സാധനം വേണ്ട, ക്യാൻസൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്യുന്ന സ്ഥാനത്ത് ഞങ്ങൾ ഏത് പറയണം? ഇന്നത് പറയണം. ഇന്നത് പറയാൻ ഞങ്ങളുടെ MGTയുമായി ബാധ്യസ്ഥരാണ്. അപ്പൊ അതിന് സഹായകരമാണ് നിങ്ങളിൽ നിന്ന്. അല്ലാണ്ട് നിങ്ങളെ മൊത്തം കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നതിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചു പോകുന്ന കാര്യമില്ല. നിങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തിൽ നിന്ന് 4, 5 അല്ലെങ്കിൽ 3 അത് ഈ വിഷയങ്ങൾ സമാധാനപരമായി അവതരിപ്പിക്കാൻ വേണ്ടിയാവുന്ന ആരെങ്കിലും രണ്ടാമത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് മൊത്തം നിങ്ങളുടെ തലയിൽ വെച്ച് നിന്ന് ഞങ്ങൾ വേറൊരു പണിക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് തെറ്റിദ്ധരിച്ചു പോകും. we are back to square number 1. Okay. No, I am making it very clear because there is no point in not telling it. We are back to square number 1. Now you can proceed. അതിനെ സംബന്ധിച്ച് നമുക്ക് അതിന് ഞങ്ങൾക്ക് അതിന് തർക്കമില്ല. അല്ല, അതിന് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ തന്നെ ഇത് വെക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. ഇതിന് നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള പേര് പോയിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഞങ്ങൾ പൊല്യൂഷൻ പോയി കഴിഞ്ഞപ്പോൾ ഈ 90 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ പോലും അതിന് 4 സ്ഥലത്തും 4 ഭാഗത്തും ശ്രമിക്കുന്നുണ്ട്. ആ സ്ഥലം ഇതിലില്ല. ഇതൊരു പോയിന്റാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് മാറ്റി. ഇതൊക്കെ സംബന്ധിച്ചു. ഇതൊക്കെ നിങ്ങളൊരു ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വന്നാൽ മതി. 2 or 3 ആളുകൾ. ആദ്യത്തൊരു സജഷനായിരുന്നു പൗരോത്തമ്പാടം. ഈ പൗരോത്തമ്പാടത്ത് നമുക്ക് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എടുക്കുക, വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൗരോത്തമ്പാടത്ത് കൂടുതൽ എക്സ്പെൻസാവും. അതിന് മോട്ടർ കൊണ്ടുവരുന്നത് ഗ്രാവിറ്റി ഇടുകൊണ്ടാണ് ഇവിടേക്ക് ഒരു അട്രാക്ഷൻ വന്നിട്ടുള്ളത്. ഇത് പോയിട്ട് പൈസ കൊടുത്തിട്ട് ചിലവായിട്ട് പൗരോത്തമ്പാടത്തോ അല്ലെങ്കിൽ വൈദ്യുതിക്കുള്ളത് തന്നെ അഡീഷണൽ ആയിട്ടൊരു പ്ലാന്റ് സ്ഥാപിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സംസാരിക്കാൻ തന്നെ പറഞ്ഞേ. അല്ല, അത് അതുകൊണ്ട് സംസാരിച്ച് നേരിട്ട് പറഞ്ഞു മാത്രം. കാരണം ഇതിന് 10 കിലോമീറ്റർ വക്കീലാണല്ലോ. ഇത്തരം പ്രശ്നങ്ങൾ ഇതിൽ മാത്രം സംസാരിച്ചുകൊണ്ട് തീരില്ലല്ലോ. വക്കീലിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ആ
ആ കാര്യങ്ങളൊക്കെ ഇരുന്ന് നമുക്ക് ഒരു വേദിയായിരുന്നു സംസാരിക്കാനാണ് ഈ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മള് പറഞ്ഞില്ല എന്തായാലും കോട്ടപ്പുറത്ത് ഈ പ്ലാന്റ് വരില്ല എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പറയൂ പറയാത്തെന്ന് വെച്ചാൽ കൗൺസിൽ തീരുമാനിച്ച് പറയാണ്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതാണ് എന്റെ ഞങ്ങളുടെ ആകെ ആവശ്യം വെച്ച് കൗൺസിൽ തീരുമാനിച്ചത് മേയർ പ്രഖ്യാപിച്ചാൽ ഞങ്ങളുടെ പ്രശ്നം തീർന്നു. അതിനെന്തെങ്കിലും നിങ്ങൾക്ക് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടോ? അല്ല, എന്ത് ബുദ്ധിമുട്ടെന്ന് അതല്ല ഞങ്ങൾ പറഞ്ഞ. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ കാര്യം ഇവിടെ നടപ്പിലാക്കില്ല എന്നുള്ളതിന്റെ കാര്യം കൗൺസിൽ കൂടി തീരുമാനിക്കാണ്ട് നമുക്ക് ഇവിടെ ആവശ്യം പ്രഖ്യാപിച്ചാലും നടപ്പിലാക്കണേ എന്ത് വേണം? ഞങ്ങൾ 3 ആളോടെ പറഞ്ഞു. എത്ര ആൾ കൂടിയല്ല കൗൺസിൽ തീരുമാനം പാസ്സാവാം? എത്ര ആളാ? അപ്പൊ അത് ഞാൻ പറഞ്ഞത്. അപ്പൊ 28 ആള് പാസ്സാക്കിയാൽ മാത്രമാണ് എന്താവുള്ളൂ കൗൺസിലിൽ തീരുമാനം അംഗീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ വെച്ച് പറയണത് എന്താ, കോട്ടപ്പുറത്ത് ഈ പ്ലാന്റ് അംഗീകരിക്കാൻ പോകുന്ന കാര്യത്തിൽ യോജിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ കാര്യം അത് കൗൺസിലില് നമുക്ക് തറക്കില്ല. ഇവിടെ വരില്ല എന്നുള്ള കാര്യത്തിനകത്ത് ഇനി ആര് വന്നാലും ആര് പറഞ്ഞാലും കൗൺസിലില് അടുത്ത പക്ഷേ ഈ കാര്യത്തിനകത്ത് അംഗീകരിക്കില്ല. പോരെ, അത് നമ്മളെ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി ഉറപ്പ്. പക്ഷെ കൗൺസിലിൽ കൂടി കൗൺസിലിൽ ഈ കാര്യം അംഗീകരിച്ച് പാസ്സാക്കണമെങ്കിൽ എന്ന് വേണം. കൗൺസിലിൽ വെച്ചിട്ട് വേണം കൗൺസിൽ പാസ്സാക്കി നിങ്ങൾക്ക് ഔദ്യോഗികമായ അറിയിപ്പ് തരാൻ. അല്ല സുരേന്ദ്രേട്ടാ? അപ്പൊ അതിന് വേണ്ട കാര്യം അല്ല, അതിന് വേണ്ട കാര്യങ്ങൾ ആര് ചെയ്യും? ആര് ചെയ്യാൻ? ഞങ്ങൾ തന്നെ ചെയ്യും. ആ ഉറപ്പാണ് നിങ്ങളുടെ മുമ്പിൽ. അത് വർഗീസേട്ടൻ പറയുമ്പോൾ ചിലപ്പോൾ മലയാളം മനസ്സിലാവില്ല, അതേപോലെ ആൾ പറയും. ആൾക്ക് മനസ്സിലാവുക, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് ആരും ടെൻഷൻ അടിക്കണ്ട. ഈ കാര്യം ഇവിടെ നടപ്പിലാക്കില്ല എന്നുള്ള കാര്യത്തിനകത്ത് കാര്യം നടക്കില്ല. അതിന് വേറെ സ്ഥലം നമ്മൾ കണ്ടെത്തും ചെയ്യും. അതിനകത്ത് എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പം ഈ ഞാൻ പറയട്ടെ, പ്രദേശത്തുള്ള ഈ ആളുകളെല്ലാവരും ഒരുമിച്ച് ഞാൻ പറയട്ടെ നിന്ന് ഇവരെല്ലാവരും ഈ ഇലക്ഷൻ കാലത്ത് ഈ പ്രശ്നം ഉന്നയിച്ച് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന സംഗതി എന്ന് വെച്ചാൽ ഇത് എന്തായാലും ഇത് ഇടതുപക്ഷ മുന്നണിക്ക് നമ്മൾ സഹായിക്കണമെങ്കിൽ ഇത് ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം എന്നുള്ളത് നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാ ഏരിയയിലും തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൂടി നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണമെന്ന് സംസാരിക്കാൻ. ഈ കാര്യം അല്ല, ഇലക്ഷന്റെ പ്രശ്നമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇലക്ഷനുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അതുണ്ടല്ലോ. പിന്നെ ഞങ്ങളത് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായി അത് ഇലക്ഷൻ അതൊക്കെ ഉണ്ടാവും. അതിനൊന്നും ഞാൻ സംസാരിക്കുന്ന ഇലക്ഷനുമായി അല്ല ആയിരിക്കില്ല. കാരണം അതിനകത്ത് എനിക്ക് ഇലക്ഷനിലൊന്നും ധരിക്കുമല്ലേ, അങ്ങനെയൊന്നും നിങ്ങൾ ധരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ സംസാരിക്കുന്ന ആളെ എനിക്ക് കാണണം. അവിടെയാണ് എൻ്റെ പ്രശ്നം. ഇവിടെ ഇപ്പോൾ വക്കീൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങളുടെ കയ്യിലുള്ളതാ. വക്കീല് ഞങ്ങളുടെ കയ്യിലുള്ളതാണ്. പക്ഷെ അത് പാസ്സാക്കി എടുക്കണം. നമുക്ക് പാസ്സാക്കി എടുക്കണമെങ്കിൽ കുറെ ജോലിയുണ്ട്. അതിലൊക്കെ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3-4 ആളുകളെ സഹായിക്കാൻ വേണമെന്ന് ഞാൻ പോസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഇത് വരാതിരിക്കാൻ നിങ്ങളുടെ വീടുകളിൽ നിന്ന് എടുക്കാതിരിക്കാൻ പ്ലാന്റ് അവിടെ വരാതിരിക്കും. അതിന് നമുക്ക് തർക്കമുള്ള കാര്യം. പക്ഷെ അതോടൊപ്പം തന്നെ അപ്പം എന്ത് തീരുമാനിക്കണം? പിന്നെ ഇവിടെയാണ് നമ്മൾ പറയണം. അത് പറയണമെങ്കിൽ ഒരു ജോലി ചെയ്യണം. ഇപ്പൊ നിങ്ങൾ പറയണത് പോലെ എവിടെയാണ് എന്താണ് നിങ്ങൾ സംബന്ധിച്ച് അതിന്റെ ജോലി ചെയ്ത് പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ജോലിയൊന്നും ഇവിടെ ചെയ്തില്ലേ വർഗീച്ചേട്ടാ? അല്ല, ഇത് പ്രപ്പോസ് ചെയ്യുമ്പോൾ ആ ജോലികളൊന്നും നമ്മളിവിടെ ചെയ്തില്ല. ഞാനിപ്പോ ആ തർക്കത്തിൽ സംശയമൊക്കെ 100 തവണ പറഞ്ഞു. ആ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ അത് ഈ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ, വേറെ പ്രശ്നം. അതിനൊരു ഒറ്റ വരി ആര് പറഞ്ഞിട്ടുണ്ട്? അനൂപ് പറഞ്ഞു. NGTക്ക് ഞങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രപ്പോസൽ ഇവിടെ ഇന്ന അടുക്കള തീർക്കാം എന്ന് സംബന്ധിച്ച് NGTക്ക് പ്രപ്പോസൽ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തോടെ തന്നെ നിൽക്കാന്നുള്ളതൊന്നും NGTക്ക് അറിയാം. അങ്ങനെയല്ല, വേറെ മാറ്റം. അപ്പൊ അതിനുവേണ്ടി നിങ്ങളൊരു ഞാൻ മറ്റേ ഭാഗത്ത് പറയാത്ത തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിലെന്തുണ്ട്? ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആർക്കറിയാം?
വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വക്കീലായതുകൊണ്ട് വക്കീലിന് വാട്ടർ അതോറിറ്റി കാശ് കൊടുക്കേണ്ടിയിട്ടുണ്ട്. അത് പരിഗണിക്കുന്ന കാര്യമില്ല. വാട്ടർ അതോറിറ്റിക്ക് ഞങ്ങൾ കൊടുക്കണേ എന്ത് വേണം വക്കീലെ? ഞങ്ങൾ തീരുമാനമായി കൊടുക്കണം. തീരുമാനമായി കൊടുക്കണം. അതുകൊണ്ട് വക്കീലത് ഒഴിവാകാൻ പറ്റാന്ന്. വക്കീലിനെ അത് ഒഴിവാകാൻ കഴിയുന്നില്ലോ. ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റി അത് ക്ലോസ് എന്ത് വേണം? ഞങ്ങൾ രേഖാപ്രകാരം കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് വേണം. ഞങ്ങള് വേറൊരു സാധനം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ശരി, അപ്പൊ നിങ്ങളുടെ വാക്കുകൾ എന്തായാലും നമ്മള് പൂർണ്ണമായിട്ടും വേറെ 2-3 സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പൊ മന്ത്രം പുറത്തായാൽ നിങ്ങളുടെയൊക്കെ സഹായം വേണം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടമുട്ടി ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു പോയി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക. എന്റെ സ്വഭാവത്തിന് എനിക്ക് പ്രശ്നമല്ല, അതല്ല പ്രശ്നം. മനുഷ്യരാണ് നമ്മൾ, നേരും തെറുപ്പുള്ളവരാ. ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് പറഞ്ഞുകൊടുത്ത് നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇവിടെ തീർച്ചയായും എന്ത് വേണം? ഞങ്ങളിപ്പോ ഇവിടെ വേണ്ട എന്നതിനെ സംബന്ധിച്ച് CPM-ന്റെ പാർട്ടി ഡിസ്ട്രിക്ട് കമ്മിറ്റി തീരുമാനിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറെ പക്ഷെ CPM എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേറൊരു സ്ഥലത്ത് വെക്കൂ, ഇന്ന സ്ഥലം കണ്ടുപിടിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ചെയ്യരുത് എന്ന് പാർട്ടി ഡിസ്ട്രിക്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് ആരോട് പറഞ്ഞിട്ടുണ്ട്? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി വേറെ ഒരു സ്ഥലം കണ്ടുപിടിക്കാനും പുറത്തേക്കുന്നതിനൊക്കെ ആവശ്യമായ ഡ്രൈവിംഗ് ഞങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് തീരുമാനമാകാതെ എന്ന് പറയാൻ പറ്റില്ല. അതൊരു മര്യാദയടി, രാഷ്ട്രീയ മര്യാദയടി, മനുഷ്യ മര്യാദയടി. ഞങ്ങൾക്ക് പാർട്ടി ഈ കാര്യത്തിൽ പറഞ്ഞ വിശ്വാസമാണ്. ഇതില് വക്കീല് പറഞ്ഞാണ് ഒരു പോയിന്റ്. വക്കീൽ ഇപ്പൊ അവസാനമാണെങ്കിൽ ആ പോയിന്റ് പറഞ്ഞു. എന്താ പറഞ്ഞാൽ മേയർ എന്ത് കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്, കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല. ക്ലിയർ ആയാലോ? ആ രേഖ ഒന്ന് പുറത്തായാലും ഉണ്ടാവും, എല്ലാവർക്കും തോന്നി. കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? മാറ്റി നിശ്ചയിക്കാൻ തന്നെയാണ്. അല്ലെങ്കിൽ അത് കോടതിയിൽ വന്ന കേസിൽ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താൽ അവിടെ കേസ് തീർന്നു. കൗൺസിൽ അംഗീകരിച്ച വക്കീലെ കേസ് നിൽക്കുക. അപ്പൊ കോടതി പറയും അവിടെ തന്നെ ചെയ്തോളാം. അതിലൊന്നും ഒരു അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, കൃത്യമായി മേയറായിട്ട് നിലപാടെടുക്കുന്നത് നമ്മൾ കൗൺസിലിനകത്ത്. ഇപ്പൊ നമ്മൾ വേറൊരു സ്ഥലം പറഞ്ഞാൽ ഇത് നിങ്ങളോടൊന്ന് മാറ്റിയിട്ടാ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞല്ലോ. വേറെ സ്ഥലം പറഞ്ഞില്ല. വേറെ സ്ഥലങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അത് പറഞ്ഞെന്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനേക്കാൾ ശക്തമായി അവിടെ എന്ത് ചെയ്യും? തന്റെ ഡിവിഷനിലേക്കാണ് കൊണ്ടുവരണമെങ്കിൽ എന്ത് ഞാൻ എന്ത് ചെയ്യും? അല്ല അങ്ങനെയല്ല, 90 അങ്ങനെ ഞാൻ പറയണത്. രവീന്ദ്രനാഥിനിപ്പോ ഇത് പറയാനോട് വേറെ പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് എന്ത്, അപ്പൊ എനിക്ക് ഇപ്പുറത്തിരുന്ന് വേണമെങ്കിൽ ഇതൊക്കെ പറയാം, അപ്പുറത്തിരുന്നിട്ട് വേണമെങ്കിൽ ഇതുപോലൊക്കെ നമുക്കും പറയാം. അത് വേറെ വിഷയമല്ല. അപ്പൊ അത് നമ്മള് ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുത്ത് കൊണ്ടുവരാനാണ് ഈ ഭരണസമിതി ഇതുവരെ ശ്രമിച്ചത്. ഇപ്പൊ നമ്മള് വഞ്ചിക്കുളത്ത്, അല്ല ഒരു മിനിറ്റ് ചേട്ടാ, വഞ്ചിക്കുളത്ത് നിങ്ങളൊന്ന് വന്ന് കാണും. കൊല്ലങ്ങളായിട്ട് നമ്മുടെ വേസ്റ്റ് വാട്ടർ വന്ന് അടിക്കുന്ന ഒരു സ്ഥലം. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഈ തൃശ്ശൂർ നഗരത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളം നമ്മൾ കുടിച്ചിട്ടാണ്. ആ പ്രദേശം വരുന്നൊരു ഭാഗമാണ് എൻ്റെ ഡിവിഷൻ. അവിടെ നമ്മളിപ്പോൾ ഒരു ഏകദേശം 100 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിന് പല സാങ്കേതികമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇതിനേക്കാളും വലിയ സമരങ്ങളും കർഷകരും ഒക്കെ വരുന്നുണ്ട് അവിടെ നടക്കുന്നത്. പക്ഷെ അവിടെയാണ് ഏറ്റവും നമ്മുടെ കോർപ്പറേഷൻ്റെ എല്ലാ വേസ്റ്റ് വാട്ടറും വന്ന് അടിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. അപ്പൊ അത് അതേപോലെ പ്രൊജക്ട് വെച്ച ആളുകൾ ഇത് എന്തുണ്ടാവും, അത് പഠിച്ചിട്ടാവും വെച്ചത്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു എതിർപ്പുണ്ടെങ്കിൽ ഈ നാടിനകത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും എതിർപ്പുള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളതിനാണ് നമ്മുടെ ലക്ഷ്യം. അത് സ്ഥലം എവിടെയാണെന്നുള്ളത് നമ്മൾ പറയുന്നത് ഇവിടെ നടപ്പിലാക്കില്ല എന്ന കാര്യത്തിനകത്ത്
പിന്നെ ഇന്ന സ്ഥലമാണ് എന്ന് ഇപ്പൊ പറയാത്ത അത് പിന്നെ ഇപ്പൊ തന്നെ എഴുതി തരണം എന്ന് ബാക്കിലേക്ക് ആൾ പറഞ്ഞ പോലെ അത് എഴുതി തരാൻ കൗൺസിൽ തീരുമാനിച്ച് അവാർഡിൽ എനിക്ക് അധികാരമില്ലാത്തൊരു കാര്യം നടപ്പിലാക്കിയില്ല. അതേപോലെ കൗൺസിലിനകത്ത് അധികാരപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഇവിടുത്തെ ആളുകളും വേണം. ഇവിടുത്തെ ആള് കൗൺസിലർ പറഞ്ഞ ഇവിടെ തന്നെ നടപ്പിലാക്കണം പറഞ്ഞാലോ ഞാൻ ആളെ കുറ്റം പറയാം. ആള് വേണ്ടെന്ന് പറഞ്ഞിട്ട് ബാധിക്കുന്ന ആളാ. അപ്പൊ എന്തുണ്ടാവും? അതൊക്കെ ഒരു നമ്മുടെ കോർപ്പറേഷന്റെ ഭൂരിപക്ഷം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നമുക്ക് ന്യായമായും ഞങ്ങളിത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ന്യായമായ രീതിയിൽ തന്നെ ഇവിടെ വരില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങളിപ്പോ പറയുന്നു. ബാക്കി കാര്യങ്ങൾ നടപ്പിലാക്കും. പിന്നത്തെ ഒരു കാര്യം, ഈ മതില് പണിയാനുള്ള ടെൻഡർ കഴിഞ്ഞാൽ അതിന്റെ പണി ഇപ്പൊ ആരംഭിക്കും. അല്ല സുരേന്ദ്രേട്ടാ, ആള് തന്നുകൊണ്ട് ഇപ്പൊ നന്നാവുള്ളൂ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഈ കാര്യത്തിന്റെ ഗുണം എന്താണുള്ളത്. മതിലിന്റെ കാര്യത്തില് പണി ഇപ്പൊ ആരംഭിക്കും. അത് ഏകദേശം ടെൻഡർ കഴിഞ്ഞാൽ നടപടിക്രമം കഴിഞ്ഞാൽ മരം വീണെന്നുകൊണ്ട് സ്റ്റീഫേടെ വിളിച്ചു കൊണ്ടപ്പോഴാണ് ഇവിടെ മതിൽ വീണ് നടക്കുന്ന കാര്യം നമ്മൾ തരുന്നത്. അപ്പൊ മരം അങ്ങോട്ട് കയറ്റിയിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉണ്ടാക്കിയത്. ദിവസങ്ങളിൽ ആരംഭിക്കും. നമ്മുടെ അതിന്റെ ഉൾഭാഗം ഒന്ന് വൃത്തിയാക്കാം. അത് ചെയ്യിക്കാം. വീണ്ടും വീഴും. അല്ലെങ്കിൽ വീണ്ടും അതുപോലെ